ഇന്നത്തെ എപ്പിസോഡിൽ ഫോണിൽ നയനയുടെ ഫോട്ടോയും നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന ദേവ്യാനിയെ കണ്ടുകൊണ്ടാണ് നയന കിച്ചണിലോട്ട് വരുന്നത്. എന്നാൽ ദേവ്യാനി പരിസരം മറന്ന് ആ ഫോട്ടോയിൽ തന്നെ ലയിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചുറ്റിലുള്ളത് ഒന്നും ദേവ്യാനി ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ നയന വന്നത് പോലും ദേവ്യാനി തിരിച്ചറിഞ്ഞില്ല കേട്ടോ. ദേവ്യാനി ആ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്തായാലും നയന ദേവ്യാനിയുടെ അടുത്തെത്തിയിട്ടും ദേവ്യാനി അറിയുന്നില്ല. അപ്പോഴാണ് നയന ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് തന്റെ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവ്യാനിയാണ് നയന കാണുന്നത്. ഇത് കണ്ട് ശരിക്കും വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ് നയന പിന്നിൽ വന്ന് നിന്ന പാടത്തന്നെ ദേവ്യാനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് ദേവ്യാനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതിനുശേഷമുള്ള ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു എപ്പിസോഡിന്റെ ചുരുക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവ്യാനി കിച്ചണിൽ നിന്ന് ചായ എടുത്തിട്ട് ആദർശിന്റെയും നയനയുടെയും അടുത്തേക്ക് ചെല്ലുന്നതാണ്. കൃത്യസമയം തന്നെ ആദർശ കിച്ചണിലോട്ട് എത്തുന്നുണ്ട്. ആദർശിനെ കണ്ടപാടെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ ആദർശേ? അമ്മേ, പറയാൻ വിട്ടതാ. ഇന്നലെ 1-2 ക്ലയൻസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് നേരത്തെ എത്തിയാൽ അവരെ കാണാൻ പറ്റൂ. ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ നീ നേരത്തെ പറയണ്ടേ? അങ്ങനെയായിരുന്നെങ്കിൽ അമ്മ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റുണ്ടാക്കുമായിരുന്നില്ലേ? അമ്മ, ഇപ്പൊ തന്നെ അമ്മ എഴുന്നേൽക്കുന്നത് ഒരുപാട് നേരത്തെയാ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഞാൻ അമ്മയോട് പറഞ്ഞ് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ലല്ലോ. ഇവിടെ അമ്മയെ പോലെ തന്നെ 2 പേര് വേറെയുണ്ടല്ലോ. അവര് കിച്ചണിലൊന്നും കയറുന്നില്ലല്ലോ. നയനെ സഹായിക്കാന്ന് പറഞ്ഞിട്ടും അമ്മ കിച്ചണിലോട്ട് കയറ്റാനിട്ടല്ലേ? അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അതിന് കാരണം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ. ഇനി എന്തിനാ ആദർശ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്? അവളെന്നല്ല, ഇവിടെ മറ്റാര് കിച്ചണിലോട്ട് കയറിയാലും എനിക്ക് പേടി തന്നെയാ ഭക്ഷണം കഴിക്കാൻ. ആരും വിശ്വസിച്ച് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മേ, അമ്മയ്ക്ക് ഞാൻ വാക്ക് തരിക, നയന കിച്ചണിൽ കയറിയെന്ന് കരുതി അമ്മയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല. ആ, നീ ഇങ്ങനെ പറഞ്ഞ അവളെ തലയിലെടുത്ത് വെക്കണ്ട. ഞാനൊന്നും പറയില്ലെന്ന് കരുതിയിട്ടേ നീ അവളെ എടുത്ത് അങ്ങ് ഒരുപാട് പുകഴ്ത്തല്ലേ? അമ്മേ, ഞാൻ പുകഴ്ത്തിയതല്ല. അവളെപ്പറ്റി പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നറിയാം. എന്നാലും ഞാൻ പറയുക, അമ്മ അവക്ക് സ്നേഹം കൊടുത്താൽ അതിന് 100 ഇരട്ടിയായിട്ട് അവളെ തിരിച്ചു തരും. അതെനിക്ക് ഉറപ്പുണ്ടമ്മേ. ആ മതി, ഒന്ന് നിർത്ത്. അതെന്തെങ്കിലും ആവട്ടെ. അവളെ എഴുന്നേറ്റോ? ഇല്ലമ്മേ, 1-2 ദിവസമായിട്ട് നല്ല തളർച്ചയും ക്ഷീണവും ഉണ്ട്. എങ്കിൽ പിന്നെ നിനക്ക് അവളെ ഹോസ്പിറ്റലൊന്ന് കൊണ്ടുപോകായിരുന്നില്ലേ? അതിന് പറഞ്ഞിട്ട് കേൾക്കണ്ട അമ്മേ. ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ? മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല അവള്. എല്ലാം ഓരോന്ന് വരുത്തി വെക്കുക. അമ്മ എന്തായാലും ചായ എടുക്കാം. ഇതും പറഞ്ഞ് ഒരു കപ്പ് ചായ എടുത്തിട്ട് ആദർശിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത കപ്പ് എടുത്തിട്ട് ദേവ്യാനി പറയുന്നുണ്ട്, ഞാനൊന്ന് അവളെ പോയി കണ്ടിട്ട് വരാം. ഒരു ചൂട് ചായ കുടിച്ചാൽ കുറച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആദർശേ, ഇവിടുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുമല്ലോ അല്ലേ? അത് ഞാൻ കഴിച്ചോളാം അമ്മേ. ശരി. ഇതൊക്കെ കഴിഞ്ഞ് ദേവ്യാനി ആ ചായ എടുത്ത് നയനയെ കാണാൻ വേണ്ടി മുകളിലോട്ട് പോവാണ്. ആ സമയത്ത് ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്നാലും ഈ അമ്മയുടെ സ്വഭാവം അങ്ങ് പിടികിട്ടുന്നില്ലല്ലോ. ശരിക്കും അമ്മയ്ക്ക് നയനോട് സ്നേഹമുണ്ടോ? പാവം അമ്മ. ചിലപ്പോ എനിക്ക് വേണ്ടി അവളെ സ്നേഹിച്ചു തുടങ്ങുമായിരിക്കും. എന്തായാലും അമ്മ നയനെ ഒന്ന് സ്നേഹിച്ച് കണ്ടാൽ മതി. ഓക്കെ, ഇനി അതൊക്കെ കണ്ടി കാണിക്കുന്നത് ദേവ്യാനി ചായയായിട്ട് നയനയുടെ മുറിയിലെത്തുന്നതാണ്. ആരോ വരുന്ന ശബ്ദം നയന കേൾക്കുന്നുണ്ട് കേട്ടോ. ആ കാൽപാദത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ നയന തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ദേവ്യാനി മുറിയിലോട്ട് കയറിയപ്പോ നയന പുതച്ച മുടി കിടക്കാണ് കേട്ടോ. ആ സമയത്ത് ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, മോൾക്കിത് എന്തു പറ്റി? ഇങ്ങനെയൊന്നും ഉണ്ടാകാറില്ലല്ലോ. ഇപ്പൊ ഇത് എന്താ പറ്റിയത്? എന്തായാലും ഈ ചായ കൊടുക്കാം. അങ്ങനെ ദേവ്യാനി തിരിഞ്ഞെടുക്കുന്ന നയനെ തന്റെ ഭാവമൊക്കെ മാറ്റിയിട്ട് വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോ നയന പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നയനെ കണ്ടപ്പോ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ ഒട്ടും വയ്യേ? ആദർശ് പറഞ്ഞു നിനക്ക് സുഖമില്ലെന്ന്. അത് പിന്നെ അമ്മേ, 1-2 ദിവസമായിട്ട് എന്തോ ഒരു ക്ഷീണം പോലെ. ക്ഷീണം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണ്ടേ? ആദർശ് എത്ര തവണ പറഞ്ഞു നിന്നോട് ഡോക്ടറെ കാണിക്കാന്ന്? ഏയ്, ഡോക്ടറെ കാണിക്കാൻ മാത്രമുള്ള ക്ഷീണമൊന്നുമില്ല. കുറച്ചു നേരം കിടന്നാ തീരാവുന്നതേ ഉള്ളൂ. കിടന്നാ തീരാവുന്നതാണെങ്കിൽ 1-2 ദിവസമൊക്കെ പിടിക്കുവോ? ഇതിപ്പോ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2-3 ദിവസമായില്ലേ? ഇത് മാറിക്കോളൂ അമ്മേ. ആ, അല്ലെങ്കിൽ നീ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. ഇതൊക്കെ അവനവൻ വരുത്തി വെക്കുന്നതാ. എന്നാ ഈ ചായ കുടിക്കി. നല്ല ചൂടുള്ള ചായ. ചിലപ്പോ ഇത് കുടിച്ചാ കുറച്ചൊന്ന് ക്ഷീണം വിട്ടുകിട്ടും. അതിങ്ങ് തന്നേക്കമ്മേ. അതും പറഞ്ഞ് നയന ആ ചായ വാങ്ങിയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ദേവ്യാനിയാണെങ്കിൽ നയനെ സഹതാപത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നയനയ്ക്ക് ആകെ അങ്ങ് സംശയം കുടുങ്ങാണ്. എന്തായാലും തന്നോട് അമ്മായിയമ്മയ്ക്ക് സ്നേഹമുണ്ടോന്ന് തിരിച്ചറിയാൻ നയന നടത്തുന്ന നാടകമാണല്ലോ ഇതൊക്കെ. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് കേട്ടപ്പോ ദേവ്യാനി ആകെ ഒന്ന് ചമ്മി പോകുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വേറൊന്നും അല്ല, നിനക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മുഖത്ത് നല്ല ക്ഷീണം അറിയാനുണ്ട്. അത് കണ്ടപ്പോ നോക്കിപ്പോയതാ. അമ്മ, കിച്ചണിൽ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അത് വേണ്ട. എന്തിനാ നീ ഹെൽപ്പ് ചെയ്യുന്നത്? നിന്നോട് കിച്ചണിൽ കയറണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പൊ നിനക്ക് വയ്യാത്തതല്ലേ. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട്. നീ തൽക്കാലം കിച്ചണിലോട്ട് വരണ്ട. നല്ല ക്ഷീണം നിന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുതരാം. അയ്യോ അമ്മേ, എനിക്ക് വേണ്ടി ഇനി കഞ്ഞിയൊന്നും ഉണ്ടാക്കണ്ട.
അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരും, അതുവരെ മോളെ റെസ്റ്റ് എടുത്തോ. മോളെന്നുള്ള വിളി കേട്ടപ്പോ തന്നെ നയനെ അറിയാതെ ഒന്ന് ദേവ്യാനിയെ നോക്കി പോവാണ് കേട്ടോ. ദേവ്യാനിയാണെങ്കിൽ അറിയാതെ വായിന്ന് മോളേന്ന് വന്നു പോയല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അമ്മ അത് പിന്നെ പെട്ടെന്ന് വന്നു പോയതാ, അല്ലാതെ നീ എന്ത് കരുതി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? ക്ഷീണം ഉണ്ടെങ്കിലേ ഒരു ഭാഗത്ത് ഒതുങ്ങി കിടക്കാൻ നോക്ക്. ഇതും പറഞ്ഞ് ദേവ്യാനി ദേഷ്യം പിടിച്ചോണ്ട് പോവാൻ കേട്ടോ. ആ സമയത്ത് നയന മനസ്സിൽ കരുതുന്നുണ്ട്, ഉള്ളില് സ്നേഹമുണ്ട്, ആ കാര്യം മനസ്സിലായി, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട്. അമ്മയ്ക്ക് എന്താവും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? ആദർശേട്ടന്റെ ഭാവിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണെങ്കിൽ ഇതിനു മുമ്പും ആദർശേട്ടന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണ്ടായിരുന്നു. എന്നെ മാറ്റി മറ്റൊരു പെൺകുട്ടി ആദർശേട്ടന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിരുന്നു അമ്മ ശ്രമിച്ചിരുന്നത്. ആ അമ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അമ്മയ്ക്ക് കരള് നൽകിയ പെൺകുട്ടി ഞാനാണെന്ന് അമ്മ അറിഞ്ഞു കാണും. അതാരും അറിയാതെ അമ്മ ഉള്ളിലിട്ടുകൊണ്ട് നടക്കുക. എന്തായാലും ഇന്നത്തോടു കൂടി ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. പാവം, എനിക്ക് വയ്യെന്ന് കരുതിയിട്ട് ഉള്ള ജോലിക്ക് പുറമെ ഇനി എനിക്ക് കഞ്ഞിയും കൂടി ഉണ്ടാക്കാൻ പോയേക്കുക. എത്രയും പെട്ടെന്ന് ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കണം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുന്ന ദേവ്യാനിയാണ് കേട്ടോ. ദേവ്യാനി കിച്ചണിൽ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അനാമികയും ജലജയും വരുന്നുണ്ട്. അപ്പൊ അനാമിക ജലജയോട് പറയുന്നുണ്ട്, അപ്പച്ചി വല്യമ്മ കാര്യമായിട്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ ഏട്ടത്തി എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കുന്നത്? അവളെയും കൂടി വിളിച്ചുടേ ആ നയനയെ. ഇത് കേട്ടപ്പോ ദേവയാനി ഒരു പുച്ഛഭാവത്തോടെ പറയുന്നുണ്ട്, അവൾ ഈ കിച്ചണിൽ കയറുന്നത് എനിക്കിഷ്ടമില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ പിന്നെ അതൊക്കെ കണ്ടറിഞ്ഞ് ആരാ എന്നെ സഹായിക്കാൻ വരേണ്ടത്? നിങ്ങളൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളൊക്കെ കൈയും കെട്ടി മാറി നിൽക്കുക. അപ്പൊ പിന്നെ ഞാനിതൊക്കെ ചെയ്തല്ലേ പറ്റൂ. വല്യമ്മേ, എനിക്കധികം കുക്കിംഗ് ഒന്നും അറിയില്ല, അതുകൊണ്ടാ ഞാൻ കിച്ചണിലോട്ട് കയറാത്തത്. എന്റെ വീട്ടിൽ മുഴുവനും സെർവൻസാ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പാചകമൊന്നും അറിയില്ല. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്തൊരു അഭിമാനത്തോടെയാ പാചകം അറിയില്ലെന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുകയെന്നറിയോ? നിനക്കാ നഷ്ടം സംഭവിക്കുന്നത്. എനിക്കോ? അതെ, നിനക്ക് തന്നെ. നീ എവിടെയെങ്കിലും ഒറ്റപ്പെടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരില്ലേ? ആ സമയത്ത് നീ എന്ത് ചെയ്യും? അപ്പൊ ജലജ പറയുന്നുണ്ട്, അതിനല്ലേ ഇപ്പം മൊബൈൽ ഇരിക്കുന്നത്, അവള് വല്ല യൂട്യൂബ് നോക്കിക്കോളൂ ഏട്ടത്തി. ഓ, എന്തിനും കുരുട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിനൊക്കെ ഒരു വള ആയിക്കോളും. ഈ കുക്കിംഗ് എന്ന് പറയുന്നതേ വീഡിയോയിലൂടെ കണ്ടാൽ മാത്രം പോരാ, കൈപ്പുണ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിലേ വെച്ച് തന്നെ പഠിക്കണം. സത്യം പറയാലോ, അതിനൊന്നും നയനയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവൾ അത്രയ്ക്കും രുചിയോടെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓ അപ്പൊ അവളും വല്യമ്മയെ കയറിയിട്ട് പിടിച്ച് അവളുടെ പക്ഷത്താക്കി. എന്നെ ആരും അവരുടെ പക്ഷത്താക്കിയിട്ടൊന്നുമില്ല. ഞാനിപ്പോഴും എന്റെ സ്വയം നിലപാടിൽ തന്നെയാ. മോൾ ഇങ്ങനെ കുക്കിങ്ങും വീട്ടുജോലിയും അറിയില്ലെന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അത് എത്ര വലിയ വീട്ടുകാരാണെങ്കിലും എത്ര സെർവൻസ് ഉണ്ടെങ്കിലും അത്യാവശ്യം കുക്കിങ്ങും അത്യാവശ്യം വീട്ടുജോലികളൊക്കെ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് നമ്മൾ അടിമകളെ പോലെ വീട്ടിൽ കിടന്ന് അത്തരം ജോലികൾ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് മറ്റൊരാൾ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം ഈ കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടിയാ ഞാൻ മോളോട് ഇതൊക്കെ പറയുന്നത്. ആ സമയത്ത് അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, അതിനൊരുവിധം വീട്ടുജോലികളും പാചകവും ഒക്കെ എനിക്കറിയാലോ. അതിനെന്ത് ചെയ്യാനാ? ഇതൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? വല്യമ്മേ, ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചോളാം. അതിന് പഠിക്കാൻ നീ കിച്ചണിലോട് വരുന്ന പോലും ഇല്ലല്ലോ. ഇനിയിപ്പൊ പഠിച്ചെന്നിരിക്കട്ടെ, പഠിച്ചാൽ മാത്രം പോരാ, അത് ഓരോന്നോരോന്നായിട്ട് പരിശീലിക്കുകയും വേണം. ശരി വല്യമ്മേ. ആ സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? സ്പെഷ്യലോ? ആര് പറഞ്ഞു ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്ന്? നല്ല മണം വരുന്നു. ഓ അതോ, അതീ കഞ്ഞിയുടെ മണമായിരിക്കും. കഞ്ഞിയുടെ മണമോ? അതെ, ഇത് പ്രത്യേക ആയുർവേദ ചേരുവകളൊക്കെ ചേർത്ത നല്ല ഔഷധക്കൂട്ടുള്ള കഞ്ഞിയാ. നമ്മുടെ ഉന്മേഷത്തിനൊക്കെ ഇത് നല്ലതാ. എനിക്ക് ഇവിടുത്തെ അമ്മയാ ഇത് പറഞ്ഞു തന്നത്. അല്ല വല്യമ്മേ, ഇതാ കർക്കിടക കഞ്ഞിയാണോ? ഏയ് അതൊന്നുമല്ല. ഈ കഞ്ഞി കുടിച്ചാൽ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കുടിക്കാം. ഓ, അപ്പൊ വല്യമ്മയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി അല്ലേ? അപ്പൊ ജലജ കളിയാക്കി പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ സൗന്ദര്യത്തിന് ഇതുവരെ ഒരു കോട്ടവും തട്ടാത്തത് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടല്ല അനാമിക മോളെ. ആഹാ, അങ്ങനെയാണോ വല്യമ്മേ? എങ്കിൽ പിന്നെ ഇന്നു മുതൽ എനിക്ക് എന്റെ സൗന്ദര്യം കൂട്ടണം. വല്യമ്മ കഴിക്കുന്നതൊക്കെ എനിക്കും തരണേ. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാനിത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുമെന്നല്ല, എനിക്ക് വേണ്ടി ഇന്ന് വരെ ഞാനിത് ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ഇതാർക്കുണ്ടാക്കുക? ഇത് നയനയ്ക്കാ. നയനാന്ന് പറഞ്ഞു കേട്ടപ്പോ തന്നെ അനാമികയ്ക്ക് ദേഷ്യം അടിച്ചു കയറുകയാണ് കേട്ടോ. ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എന്റെ ഏട്ടത്തിക്ക് ഇതെന്താ വട്ടായോ? അവക്ക് ഇതുപോലുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. എന്ത് ചെയ്യാനാ ജാനകി? 1-2 ദിവസമായിട്ട് നല്ല ക്ഷീണമെന്ന് പറഞ്ഞ് അവള് കിടക്കുക. നമുക്ക് എത്ര ശത്രുതയുണ്ടെങ്കിലും വയ്യാതെ ഒരാൾ കിടക്കുമ്പോ എങ്ങനെയാ കണ്ടില്ലെന്ന് വെക്കുക? അത് മാത്രമല്ല, വയ്യാതെ കിടക്കുന്ന സമയത്ത് അവളെ ഞാൻ നോക്കിയില്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിലോട്ട് പോയാലോ? പിന്നെ ആദർശേട്ടനും ജയേട്ടനും ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. ഓ, എന്ത് പറഞ്ഞാലും ഏട്ടത്തിക്ക് ഇത് പറയാനുണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ വേണ്ടത് ജലജെ? നീ പറ. എന്റെ മകന്റെ ജീവിതം ഞാൻ തകർക്കണോ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ തകർക്കൊന്നും വേണ്ട. ഈ കഞ്ഞി തന്നെ അവക്ക് എന്തെങ്കിലും കലർത്തി അങ്ങ് കൊടുത്താൽ മതി. അന്നത്തോടെ തീർന്നോളൂ അവള്. അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ദേവ്യാനി മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്,
എടി, നിനക്കായിരുന്നു ഈ കഞ്ഞി തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വല്ലതും കലർത്തിയേനെ. വലിമേ, അവളെ പേര് കേൾക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ അവക്ക് ഇതുപോലുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പോട്ടെ മോളെ, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല വല്യമ്മ. എന്നാലും ഇത് കുടിച്ചിട്ട് മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. എന്തായാലും വല്യമ്മയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. അവള് വല്യമ്മയെ മാറ്റിയെടുത്തെന്ന് വേണം പറയാൻ. മോളെ, എന്നെ ആരും മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ മാറ്റിയെടുത്താലും ഞാൻ മാറുന്ന ഒരാളല്ല. എന്തായാലും ജീവിതകാലം മുഴുവനും അവളോട് എനിക്ക് സ്നേഹം ഉണ്ടാകില്ല. അതും കരുതി മോൾ ഒരിക്കലും വിഷമിക്കേണ്ട കേട്ടോ. എന്തായാലും ഞാൻ ഈ കഞ്ഞി അവക്ക് കൊടുത്തിട്ട് വരാം. എന്റെ ഏട്ടത്തി, അത് അവളെ എടുത്ത് കുടിച്ചോളില്ലേ. അത് പിന്നെ ജലജെ, ഇതിവിടെ അങ്ങനെ വെച്ചിട്ട് പോയാൽ ശരിയാവില്ല. അമ്മ പറഞ്ഞിരിക്കുന്നതേ ഈ കഞ്ഞി ഉണ്ടാക്കിയ അപ്പം തന്നെ അത് അയാളുടെ വയറ്റിലെത്തണമെന്നാ. അതിനിപ്പോ എത്തിയാലും എത്തിയില്ലെങ്കിലും നമുക്കെന്താ, നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഏട്ടത്തി. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാനിപ്പോ 1-2 മണിക്കൂർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇത് കൊടുത്തേച്ച് ഞാൻ വരാം. അത് കഴിക്കാതിരിക്കുന്നൊക്കെ അവളുടെ ഇഷ്ടം. ഇതും പറഞ്ഞ് ദേവ്യാനി കഞ്ഞിയും കൊണ്ട് നയനയെ കാണാൻ വേണ്ടി മുകളിലോട്ട് പോവാൻ കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അപ്പച്ചിക്ക് എന്താ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? എന്ത് തോന്നാനാ മോളെ, അവള് വശത്താക്കി, അത്രമാത്രം. ഇവരെ തമ്മിൽ പിരിക്കാൻ എന്തെങ്കിലും മാർഗം അപ്പച്ചിയുടെ തലയിൽ ഉദിക്കുന്നുണ്ടോ? ഇപ്പം നിലവിലൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയേ പറ്റൂ. ഇവരിങ്ങനെ അടുക്കും തോറും നമുക്കാ പിന്നീട് ബുദ്ധിമുട്ടായിട്ട് മാറുക. അതെ അപ്പച്ചി, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. നീ നിന്റെ അമ്മയോട് ചോദിക്ക്, ഞാനും എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, പക്ഷേ അത് കുറച്ച് ഡേഞ്ചറാ. എന്തായാലും അത് വൈകാതെ തന്നെ ഞാൻ അപ്പച്ചിയെ അറിയിക്കാം. അമ്മയും ഇതിന് കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഓക്കെ. ഇനി അതൊക്കെ കണ്ടി കാണിക്കുന്നത് ദേവ്യാനി കഞ്ഞുമായിട്ട് മുറിയിലോട്ട് ചെല്ലുന്നതാണ്. നൈനെ, അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? രാവിലെ ആ ചൂട് ചായ കുടിച്ചപ്പോ തന്നെ നല്ല കുറവ് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്തോ ഒരു ആശ്വാസം പോലെ. അപ്പൊ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ മരുമകൾക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ട് കൊടുത്ത ചായയാ, അപ്പോ ആശ്വാസം ഇല്ലാതിരിക്കൂ. എന്താ അമ്മ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇതേ കഞ്ഞിയാ, ഇത് മുഴുവൻ കുടിച്ചോളണം. അല്ല, ഇതെന്താ അമ്മേ ഈ കഞ്ഞിക്ക് ഇങ്ങനെ ഒരു സ്മെല്ല്? ഇതിന് കളറൊക്കെ മാറിയിരിക്കുന്നല്ലോ. കൂടുതലൊന്നും നീ ചോദിക്കണ്ട. ഓ പിന്നെ ഞാനിതില് വേറൊന്നും കലർത്തിയിട്ടില്ല. ഇതില് അമ്മ പറഞ്ഞു തന്ന കുറച്ച് പൊടിക്കൈകളാ. ഈ കഞ്ഞി കുടിച്ചാൽ ക്ഷീണം നന്നായിട്ട് മാറി കിട്ടും. അത്യാവശ്യം നല്ല ഔഷധങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ കഞ്ഞിയാ. ഇത് മുഴുവനായിട്ട് കുടിക്കണം, കുറച്ചു പോലും ബാക്കി വെക്കരുത്. ശരി അമ്മേ എന്ന് പറഞ്ഞ് നയന ഒരു കയ്യിലെടുത്തിട്ട് വായിലോട്ട് വെച്ചപ്പോ തന്നെ നയനക്ക് ഛർദിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ അമ്മ, ഈ കഞ്ഞിക്ക് എന്താ ഒരു കയ്പ്? പിന്നെ ഇതിൽ ഇലകളാ ചേർത്തിരിക്കുന്നത്, നെല്ലിക്കയും ചേർത്തിട്ടുണ്ട്. ഔഷധങ്ങളോണ്ടുണ്ടാക്കിയ കഞ്ഞിയാ, അതുകൊണ്ട് ചിലപ്പോ കുറച്ച് കയ്പൊക്കെ ഉണ്ടാകും, നല്ല ചവർപ്പും ഉണ്ടാകും. ക്ഷീണം മാറണമെങ്കിൽ ഇത് വേഗം അങ്ങ് കുടിക്ക്. അയ്യോ അമ്മേ, എനിക്ക് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആഹാ, 1-2 മണിക്കൂർ കഷ്ടപ്പെട്ട് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇതിനാണോ? അയ്യോ, 2 മണിക്കൂറോ? 2 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഞ്ഞിയാ ഇത്. ഇനി നിനക്കെങ്ങാനും ക്ഷീണം വന്ന് വല്ലതും സംഭവിച്ചാ നീ നിന്റെ വീട്ടിലോട്ട് പോയാലോ? നിന്റെ വീട്ടുകാരെന്തെങ്കിലും ചോദിച്ചാലോ എന്നോട്? പിന്നെ നീ ഇവിടുന്ന് ആദർശിനെയും ജയേട്ടനെയും അച്ഛനും അമ്മയൊക്കെ വിട്ടു പോയി കഴിഞ്ഞാൽ അവരൊക്കെ എന്നോട് ചോദിക്കും. ആ സമയത്ത് നയന അറിയാതെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കുടിക്കാമേ. പക്ഷെ നയനെ ശ്രമിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അധികം തന്നെ, ഞാൻ തരാം, കുറച്ചായിട്ട് കുടിച്ചാൽ മതി. ഇതും പറഞ്ഞ് ദേവ്യാനി കുറച്ചെടുത്തിട്ട് വായിലോട്ട് വെച്ചു കൊടുക്കാൻ കേട്ടോ നയനയുടെ. അങ്ങനെ നയന കുറച്ചൊക്കെ കുടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ പൊയ്ക്കോ, ഞാനിത് പതുക്കെ കുടിച്ചോളാം. കുടിച്ചിട്ട് ഈ പാത്രം അവിടെ കൊണ്ട് തരാം. ശരി, ഈ കഞ്ഞി മുഴുവൻ കുടിച്ചോളണം. അഥവാ ഇത് കുടിച്ചില്ലെങ്കിലേ ഇനി നിനക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. ഇതും പറഞ്ഞ് ദേവ്യാനി അവിടുന്ന് പോന്നിട്ടോ. ആ സമയത്ത് നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, സത്യം പറഞ്ഞ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ആ സ്നേഹം എന്തുകൊണ്ടാന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ നയന പെട്ടെന്ന് തന്നെ ആ കഞ്ഞി എങ്ങനെയൊക്കെയോ കുടിച്ച് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ആ പാത്രം എടുത്ത് നയന താഴോട്ട് ചെല്ലുന്നുണ്ട് കിച്ചണിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ഇനി ദേവ്യാനിയെ കാണിക്കുന്നത്. ദേവ്യാനിയാണെങ്കിൽ നയനയുടെ ഓരോ ഫോട്ടോ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മരുമകൾക്ക് ഓരോ ദിവസം കൂടുന്തോറും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുക. എന്തു ഭംഗി ഈ നെക്ലേസ് ഒക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ പുറമേന്ന് പണം കൊടുത്ത് ആരെയും നിർത്തേണ്ട ആവശ്യമില്ല. എന്റെ മരുമകൾക്ക് തന്നെ എന്തൊരു സൗന്ദര്യ. ഷോ, ഇതിന് കണ്ണ് വീഴാതിരിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് നയനയുടെ ഫോട്ടോ തന്നെ സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ദേവ്യാനി. വളരെ സന്തോഷത്തോടു കൂടി ആ ഫോട്ടോയിലേക്ക് നോക്കി ചിരിച്ചോണ്ട് നിൽക്കാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് നയന അകത്തോട്ട് കയറി വരുന്നത്. അമ്മ ഇതെന്താ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? ഇതും പറഞ്ഞ് നയന ആ ഫോണിലോട്ട് നോക്കുമ്പോഴാണ് നയനയുടെ ഫോട്ടോ ആണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. ആ ഫോട്ടോ കണ്ടുകൊണ്ട് സൂം ചെയ്തുകൊണ്ടാണ് ദേവ്യാനി ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത്. ഇത് കണ്ടപ്പോ നയനയ്ക്ക് വളരെ സന്തോഷമാവാണ് കേട്ടോ. എന്റെ ഫോട്ടോ നോക്കിയിട്ടല്ലേ അമ്മ സന്തോഷിക്കുന്നത്? ഈശ്വരാ, ഇതെന്താ സ്വപ്നോ? ഇതും പറഞ്ഞ് നയനയുടെ കയ്യിൽ നുള്ളുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് സ്വപ്നമല്ലേ? പെട്ടെന്ന് തന്നെ നയന തല തിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവി എന്നെ തിരിഞ്ഞു നോക്കുമ്പോ നയനയെ കാണാണ്. അങ്ങനെ പെട്ടെന്ന് ഫോണ് മാറ്റി വെക്കട്ടോ. അയ്യോ നയന, ഇവളെങ്ങാനും ഇത് കണ്ടു കാണോ? ഷടാ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഈ പാത്രം കൊണ്ടുവെക്കാൻ വേണ്ടി വന്നതാ. അത് ഞാൻ എടുക്കാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അല്ല, അമ്മ എന്താ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അപ്പൊ അവളെ ഇത് കണ്ടില്ലേ?
അമ്മ എന്തോ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. തൽക്കാലം ഞാൻ അറിഞ്ഞതായിട്ട് അമ്മ അറിയണ്ട. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ഇത് വേറൊന്നും അല്ല, എന്റെ കസിൻസിന്റെ മക്കളുടെ ഫോട്ടോ കണ്ടതാ, എന്തോ പഴയ ഓർമ്മകളൊക്കെ വന്നപ്പോ ചിരിച്ചതാ. അല്ല ഞാനിതെന്തിനാ നിന്നോട് പറയുന്നത്? അല്ല അമ്മ ഒറ്റയ്ക്ക് ചിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചതാ. ഹോ ഭാഗ്യം അവളൊന്നും കണ്ടില്ല. ആ പാത്രം അവിടെ വെച്ചിട്ടേ പോയേ. അങ്ങനെ നയനെ കഞ്ഞി ഒടിച്ച പാത്രം ഇവിടെ വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയ പടത്തന്നെ നയൻ നന്നായിട്ട് പുഞ്ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട്. എന്ന മറുഭാഗത്ത് നിന്ന് അനാമിക നയനെ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ സന്തോഷം കണ്ടിട്ട് എന്താണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഇനി നല്ല കിഡിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇതിന്റെ ബാക്കിയുള്ളത് കേട്ടോ. ഇനി നയൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.